Hi friends, welcome back to my channel. 5 minute recipesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബോണ്ടയാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആയാലും നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് നേരത്തെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ശേഷം ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 ഉരുളക്കിഴങ്ങുണ്ട്. അത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ചേരുവകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തോട്ടേക്ക് വെക്കാം. അതിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം മൈദയാണ് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൽ നമ്മൾ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂട്ടുണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരുപാട് ലൂസാവാൻ പാടില്ല, ഭയങ്കര കട്ടി ഉണ്ടാവാനും പാടില്ല. ഒരു ഒത്ത കട്ടിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമ്മളിവിടെ കൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാനിവിടെ ബോൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഓരോ ബോളും ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഒരു ഇടത്തരം തീയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ, ഒരുപാട് ലോ ഫ്ലെയിം ആവാനും പാടില്ല, ഭയങ്കര ഹൈ ഫ്ലെയിമിലും ഫ്രൈ ചെയ്തെടുക്കരുത്. അല്പസമയം കഴിയുമ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോണ്ടേൻ്റെ കളറൊക്കെ ഏകദേശം ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പം ഞാനിവിടെ ബോണ്ട കോരി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ചേരുവകളൊക്കെ, അതായത് സവാള, പച്ചമുളക്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബോണ്ട ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം കോമൺ ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഡെയിലി 2 മണിക്കാണ് വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആ സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടണും കൂടെ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.